സാർ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അവിടെ ജി സുധാകരൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? ജി സുധാകരൻ ജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം CPM-ന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അവിടെ ജി സുധാകരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം ജയിക്കുമെന്നാണ്. അതെങ്ങനെ എന്താണ് അവർക്ക് അതിന്റെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസം ഒരു നൽകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ SDP വോട്ടുകളാണ്? അത് യഥാർത്ഥത്തിൽ CPM പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ ആ റീഡിങ് അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചതിൽ ഇൻഡയറക്റ്റായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 40,000-46,000 വോട്ടുകൾ അവിടെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനുണ്ട്. അപ്പോൾ ആ മുസ്ലിം 46,000 ഉണ്ടോ? 46,000-ഓളം ഉണ്ട്, 43,000-ഓളം ഉണ്ട്. അപ്പോൾ ആ 43,000 വോട്ടുകൾ ഏതാണ്ട് എൻ ബ്ലോക്കായി തന്നെ സാധാരണ എച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടുകളിൽ ഇത്തവണയും വലിയ വിള്ളൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വിചാരം. 46,000 എന്ന് പറയുമ്പോൾ 30% 30% വോട്ടുണ്ട്. പിന്നെ ഏതാണ്ട് 1,06,000-ഓളം വോട്ടുകൾ ഹിന്ദു സമുദായത്തിനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സിംഗിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയൊക്കെയാണ്. നായരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ലെവലിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഞാൻ പറയുന്ന ഒരു എൻ ബ്ലോക്കായി ഇപ്പോൾ SDP അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ എച്ച് വോട്ട് ചെയ്താൽ പിന്നെ ഈ സമുദായ മറ്റു വോട്ടുകളിൽ നിന്ന് ഏതാണ്ട് ഒരു നാമമാത്രമായ വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എച്ച് അവിടെ ജയിച്ചേക്കും എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി വിലയിരുത്തലിൽ അവിടെ നിന്നുള്ളത്. അവരിതുപോലെ സാമുദായികമായിട്ടല്ല വിലയിരുത്തിയേക്കുന്നത്. അവർ വിലയിരുത്തിയേക്കുന്നത് ഓരോ വോട്ടുകൾ ബൈ വോട്ടുകളായിട്ട് എടുത്തുകൊണ്ടാണ്. ഒരു 6,000-7,000 വോട്ടുകളുടെ ഡിഫറൻസ് അവിടെ ഉള്ളൂ. ഒരു മാക്സിമം വന്ന 10,000 വോട്ടുകളുടെ ഡിഫറൻസ് ഉള്ളൂ. ആ 10,000 വോട്ടുകൾ തന്നെ അവരെടുത്തേക്കുന്നത് ഉറച്ച വോട്ടുകളും അതുപോലെ അനുഭാവ വോട്ടുകളും എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന വ്യത്യാസമുള്ളത്. അപ്പോൾ ഉറച്ച വോട്ടുകൾ തന്നെ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് CPM വിചാരിക്കുന്നത്. അപ്പോൾ BJP ഏതാണ്ട് അവരുടെ ഒരു വോട്ടുകൾ പിടിക്കുകയും BJP-യിൽ നിന്ന് ഒരു 5,000-7,000-ഓളം വോട്ടുകൾ ഈവൻ ജി സുധാകരന് കിട്ടുകയും ചെയ്താൽ പോലും ഞങ്ങൾ ജയിക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. എച്ച് സലാമിന് അനുകൂലമായിട്ടുള്ള ഒരു അല്ല, കൺസോൾട്ടേഷൻ. അത് കൂടാതെ പാർട്ടി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന BJP-യിൽ നിന്ന് കുറെ വോട്ടുകൾ, ഏതാണ്ട് ഒരു 10,000-ൽ താഴെ വോട്ടുകൾ, 7,000-ഓളം വോട്ടുകൾ ജി സുധാകരന് ലഭിക്കും എന്നുള്ളത് CPM കാണുന്നതാണ്. അതാണ് അതിന്റെ റിയാലിറ്റിയായി എനിക്ക് തോന്നിയത്. കാരണം യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നുണ്ട്. അത്ര വോട്ടുകൾ BJP-യിൽ നിന്ന് ജി സുധാകരന് പോകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ കൂടുതൽ പോയാൽ ഈ കണക്കുകളെല്ലാം തെറ്റും. പക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ഒരു 17,000 വോട്ടുകൾ വരെ, 10,000, 12,000 വോട്ടുകൾ വരെ ഏറ്റവും കുറഞ്ഞത് ആർക്ക് പോകുമെന്നാണ്, ജി സുധാകരന് പോകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ജി സുധാകരനോട് ജയിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം CPM പറയുന്ന അത്രയും വോട്ടുകൾ പോകാൻ സാധ്യതയില്ല. പകരം ഇത്രയും 7,000-8,000-ഓളം വോട്ടുകളാണ് പോകുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എച്ച് അവിടെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ജയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വോട്ട് ബേസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ഇത് മതപരമോ ജാതിയുമായിട്ടുള്ള വോട്ട് മാത്രമല്ല, പകരം അവരുടെ ഒരു രാഷ്ട്രീയ അനുഭവം കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം തന്നെ എച്ച് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നതാണ്. അതിനു മുമ്പും CPM-ന് വോട്ട് ചെയ്തിരുന്ന ഒരാളുകളാണ്. അത് CPM-ന്റെ ഒരു മണ്ഡലമാണ്. കൂടാതെ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് അദ്ദേഹത്തെ പലരും SDP-യുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ വാചകമാകുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ബന്ധങ്ങളുണ്ടോ? അല്ല, ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും SDP-ക്ക് വലിയ ഒരു വോട്ട് ബേസ് ഉണ്ട് അവിടെ, ആലപ്പുഴ ജില്ലയിൽ തന്നെ. ആ ആലപ്പുഴ ജില്ലയിൽ വോട്ട് ബേസ് ഉള്ളപ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആരോപണം PB ചിത്തരഞ്ജനും അതുപോലെ എച്ച് അവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, അവലും മല്ലും കുന്തിരിക്കവും കരുതി വെച്ചോട എന്ന് പറയുന്ന ജാഥയൊക്കെ നടത്തിയപ്പോൾ അത് നടത്തിയത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് കളക്ടർ അങ്ങനെ ഒരു അനുമതി കൊടുത്തത് എന്ന് പറയുന്ന ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ആലപ്പുഴയിലെ ചില MP-യും MLA-മാരും ഒക്കെ സ്വാധീനം ചെലുത്തിയിട്ടാണെന്ന് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊരു ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഉറപ്പാണ്, അവിടെ മിക്കവാറും SDP-യുടെ വോട്ടുകളും ഈവൻ ഒരു പരിധിവരെ നേരത്തെ ഉണ്ടായിരുന്ന, നിങ്ങൾ അറിയേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് അവിശ്വാസം തോന്നും, പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് CPM-ന് തന്നെയാണ്. ഇപ്പൊ ആരിഫ് മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ ആരിഫിന് ശേഷം ഇപ്പൊ ഇവരൊക്കെ MLA-മാരായി ചിത്തരഞ്ജനും എച്ച് മത്സരിക്കുമ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതിന്റെ അർത്ഥം എച്ച് SDP-കാരനാണെന്നൊന്നും അല്ലട്ടാ. എച്ച് കറതീർന്ന CPM-കാരനാണ്, സഖാവാണ്. അദ്ദേഹം വളരെ ചെറുപ്രായം മുതലേ CPM-ൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ചില നീക്കുപോക്കുകൾ ഇത്തരത്തിൽ ആലപ്പുഴയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ പോലും, ഇപ്പൊ ഞാൻ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭയിലേക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വെൽഫെയർ പാർട്ടിയുടെയൊക്കെ ചില നേതാക്കന്മാർ പോലും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അവരുമായി ഈ വ്യക്തിപരമായ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പാർട്ടി വൈസ് മാത്രമല്ല,
ബന്ധം തന്നെ ഉള്ള ആളുകൾ പലരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഒരു നേതാവിൻ്റെ ബന്ധുവാണ് മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും രണ്ട് ഐഡിയോളജികളാണ്. പക്ഷെ അത്തരത്തിലുള്ള വോട്ടുകൾ പോലും യഥാർത്ഥത്തിൽ അവിടെ CPM-ന് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു 46,000 വരുന്ന വോട്ടുകൾ, ആ വോട്ടുകളിൽ ഒരു മഹാഭൂരിപക്ഷം കിട്ടുകയും ഒരു 40,000-ഓളം വോട്ടുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിക്കാനായിട്ടൊരു മണ്ഡലത്തിൽ എന്ത് മതി? ഒരു 10-15,000 കൂടി 25,000 വോട്ടുകൾ കൂടി മതി. അപ്പൊ അത്തരത്തിലുള്ള ഒരു വോട്ടുകൾ കൂടി പിടിച്ചാൽ അവിടെ നിന്ന് എച്ചലാം ജയിക്കും എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആലപ്പുഴയിലും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ സംഭവിക്കും. ചിത്രരഞ്ജൻ അവിടെ നിന്ന് ജയിക്കും. ഒരുപക്ഷെ എച്ചലാമിന്റെ അടക്കം, എച്ചലാമിന് കഴിഞ്ഞ തന്നെ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായില്ല. ആ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അവിടെ നിന്ന് ജയിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതൊരു ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് സംഭവിക്കുമെന്ന് എനിക്ക് മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്ക് ആയിട്ട് CPM-നായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ, എച്ചലാമിനായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവേണ്ടതല്ലേ എച്ചലാമിന്? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, കഴിഞ്ഞ തവണയൊക്കെ തന്നെ അങ്ങനെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത്തവണ ഈഴവ് വോട്ടുകൾ ലഭിച്ചില്ല. അല്ല, 7 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, 4 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈഴവ് വോട്ടുകളും മുസ്ലിം വോട്ടുകളും എൻ ബ്ലോക്ക് ആയിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ ബ്ലോക്കായി ലഭിച്ചു എന്നുള്ളതിന്റെ അർത്ഥം 46,000-ൽ 45,000-ഓളം ആളുകൾ വോട്ട് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ അവർക്കാണ് കിട്ടുന്നത്. അതാണ് അടുത്ത പ്രശ്നം. അതാണ് അടുത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഞാൻ പോലും ആലോചിക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആലോചിക്കാതിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, എച്ചലാം അവിടുത്തെ MLA ആണ്. സ്വാഭാവികമായിട്ട് എച്ചലാം കഴിഞ്ഞ അതിനു മുമ്പ് G. സുധാകരൻ മത്സരിക്കും മുതൽ അദ്ദേഹം അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എച്ചലാം. ആ പ്രചരണം നയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, എച്ചലാമിന് അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഹോൾഡ് ഉണ്ട് ഒന്ന്. അതുപോലെ സജി ചെറിയാനും എച്ചലാമും അടക്കുന്ന ആളുകൾക്ക് വലിയ ഹോൾഡ് ഉണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എച്ചലാം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിരന്തരമായി അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിടക്കുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ജനങ്ങളോട് ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ വിവിധ സമുദായങ്ങൾ, നാളെ ഈവൻ ഈ പറയുന്ന പോലെ ഹിന്ദു സമുദായമാണെങ്കിലും മറ്റു സമുദായങ്ങളിലുള്ള ആളുകളാണെങ്കിലും വളരെ ഒരു കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി, വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കൂടി എച്ചലാമിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം യഥാർത്ഥത്തിൽ അവിടെ G. സുധാകരന് പണ്ടേ കൊണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ആ ബന്ധം 10 കൊല്ലമായിട്ട് ആ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരന്തരമായ ആളുകളെ കാണുകയോ എന്തെങ്കിലും പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു വലിയ ഫാക്ടർ കൂടിയുണ്ട്. ആ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണത്തിന്റെ നേട്ടങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ അറിയേണ്ടത്, വലിയ തോതിൽ സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനത്തെ മാസത്തിലല്ലേ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ മാസത്തിൽ മാത്രമല്ലേ നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ആലപ്പുഴ അവസാനത്തെ മാസത്തിൽ മാത്രമല്ല വർധനവ് ഉണ്ടായത്. അത് ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോഴുള്ള CPM-ന്റെ വാഗ്ദാനമായിരുന്നല്ലോ പെൻഷൻ വർധനവ് എന്നുള്ളത്. അല്ല, പെൻഷൻ അവസാനത്തെ 2-3 മാസം വർദ്ധിപ്പിച്ച് നൽകി. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏത് മാസം വർധനവ് ഉണ്ടായി എന്താണെന്നൊക്കെ നോക്കിയിട്ടല്ലല്ലോ. ഇപ്പൊ നാളെ ശോഭാ സുരേന്ദ്രൻ കൊണ്ട് 5,000 രൂപ കൊടുക്കുമ്പോ ആ അമ്മ വോട്ട് ചെയ്യുന്നത് അമ്മക്കറിയാം. ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്ന വ്യക്തിപരമായിട്ടാണ്. ഇത് ഈ പറയുന്ന പോലെ ഒരു സർക്കാർ കൊടുക്കുന്നതിനെയും അല്ല, നിങ്ങൾ നേരെ തിരിച്ചാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ സർക്കാർ ശരിക്കും പറഞ്ഞപ്പോ സർക്കാരിന് ഒരു വാഗ്ദാനമായിട്ട് നിറവേറ്റിയിരുന്നായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളത്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണ് ഒരു നേട്ടമായിട്ട് അവതരിപ്പിക്കാൻ സർക്കാർ? നേട്ടമാണോ അവതരണമാണോ എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണ്. ആ ചർച്ചയിലേക്കൊന്നും ഞാനിപ്പോ തൽക്കാലം പോകുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഏപ്രിൽ മാസത്തെ അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ അവിടെ കൃത്യമായി എന്ത് ചെയ്തു, ഒരു മാസത്തെ അഡ്വാൻസ് ആയിട്ടടക്കം അവിടെയുള്ള സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തുകയും അത് കൊണ്ടേ കൊടുക്കുന്നതും അത് ഈ പറഞ്ഞ പോലെ വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പങ്ക് CPM-ന്റെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന, അനുകൂലമായി മാറാൻ പോകുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അല്ലാതെ ഇപ്പൊ എറണാകുളം ജില്ലയിൽ നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ആളുകൾ മാറ്റി വോട്ടിയിടുന്നില്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന മണ്ഡലം ഒന്ന് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ യഥാർത്ഥത്തിൽ CPM വിചാരിക്കുന്നത് കുട്ടനാട്ടിൽ പരാജയം സംഭവിക്കുമെന്നാണ്, തോമസ് ജയിക്കില്ല എന്നാണ്. പക്ഷെ CPM-നെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള നിരവധി അഡ്വാൻറ്റേജുകൾ കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ അഡ്വാൻറ്റേജുകളെല്ലാം കൂടി ചേരുമ്പോൾ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സൈസബിൾ മജോറിറ്റി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അവർ വോട്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു, ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ അറിയേണ്ടത്, ഹിന്ദു വിഭാഗത്തിൽ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്ന, പുതിയതായിട്ട് 1,000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാൻ തുടങ്ങിയിട്ടുള്ള 32 ലക്ഷത്തോളം പേർ, ആ 32 ലക്ഷത്തോളം പേർ ഒരു വലിയ ചങ്ക് ഈ പറയുന്ന പോലെ അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ലകളിലുണ്ട്. ആ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇവർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതേസമയം ഐഡിയോളജിക്കൽ ബേസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന
അതിൽ നിന്ന് CPM വഴിമാറി ചിന്തിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ജി സുധാകരൻ വോട്ട് ചെയ്തേക്കാം എന്ന് പറയുന്ന ക്ലാരിറ്റി കൂടി ആർക്കുണ്ട്, CPM-നുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ ബേസുകളെല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് വലിയ മജോറിറ്റിയിലേക്ക് ഞങ്ങൾ എത്തില്ല, പക്ഷെ ഒരു ചെറിയ മജോറിറ്റിയിലേക്കെങ്കിലും എത്തിച്ചേരുമെന്ന്. ഇനി ഒരു കാര്യം കൂടി താങ്കളോട് പറയാം. SDPI ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്താൻ ആദ്യം ആലോചിച്ച് സ്ഥാനാർത്ഥി ഏതാണ്ട് പ്രഖ്യാപിക്കുന്നതിന്റെ അടുത്ത് വരെ എത്തുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്താണ്. അവിടെ 2 മണ്ഡലങ്ങളാണ്, ഒന്ന് മഞ്ചേശ്വരം, ഒന്ന് അമ്പലപ്പുഴയാണ്. അപ്പൊ അമ്പലപ്പുഴയും പിൻവലിച്ചുള്ളത് ആർക്ക് ഗുണകരമാകും എന്ന് പറഞ്ഞിരുന്നില്ല. ചില ആളുകൾ ഇപ്പോഴും റീഡ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ചില സുഹൃത്തുക്കൾ ആലപ്പുഴയിൽ നിന്നുണ്ട്. അവര് വളരെ കീനായി രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. അവർ പറയുന്നത് അങ്ങനെ പിൻവലിച്ചത് ജി സുധാകരന് ഗുണം ചെയ്യും. കാരണം ഇത്തവണ മുസ്ലിം വോട്ട് ബാങ്കുകളെല്ലാം തന്നെ UDF-ന് അനുകൂലമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ജി സുധാകരനിലേക്ക് പോകുന്നതാണ്. പക്ഷെ CPM-ന്റെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പോകാൻ സാധ്യതകളില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ എക്സലാം കഴിഞ്ഞ 5-10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ കൂടാതെ എക്സലാമിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നോക്കുന്നത്, സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പ്രതികരിക്കുന്ന പോലെ CPM-ന്റെ ഒരു നേതാവ് പ്രതികരിക്കുന്ന പോലെ ഒരിക്കലും എക്സലാം പ്രതികരിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പൊ ജി സുധാകരനെതിരെ പോലും അദ്ദേഹം അങ്ങോട്ട് ആഞ്ഞടിക്കാറില്ല. പകരം അദ്ദേഹം വളരെ സോഫ്റ്റായി ഒരു മിതമായ ഭാഷയിൽ സൗമ്യ സ്വഭാവത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യണം. അത് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. ഇപ്പൊ ഞാനൊരു തവണ ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരു ആക്സിഡന്റ് അവിടെ പറ്റുന്നു. ഞാൻ ഓടിച്ചു പോകുന്ന വണ്ടി, അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു വണ്ടിക്കാണ് ശരിക്കും ആക്സിഡന്റ് പറ്റുന്നത്. ഞാൻ നോക്കുമ്പോൾ തൊട്ട് എൻ്റെ പുറകെ ഉണ്ടായ വണ്ടി എക്സലാമിൻ്റെതാണ്. ഞാനവിടെ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എക്സലാം ഓടി വന്ന് ഇറങ്ങുകയും, എക്സലാം വന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3 മിനിറ്റ്, എക്സലാം ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ MLA ആണ്, നമുക്കറിയാലോ, ഹൈവേയുടെ സൈഡിലാണ്. എക്സലാം ഇറങ്ങിയപ്പോൾ തന്നെ നിരവധി ആളുകൾ അവിടെ കൂടി എക്സലാം വേണ്ട ഡയറക്ഷൻസ് എല്ലാം കൊടുത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 10 പേര് 15 പേര് അവിടെ 25-50 പേര് കൂടിയുണ്ട്. ആ 50 പേരിൽ പലരും നമുക്കറിയാം പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരാളുകളാണ്. പക്ഷേ അദ്ദേഹം വലിയ തിരക്കുപിടിച്ചെന്തോ പണിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് എസ്സലാം. പക്ഷേ എസ്സലാം അവിടെ നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത് എസ്സലാം വലിയ ആർഭാടപൂർവ്വമായ ജീവിതം നയിക്കുന്ന ഒരാളല്ല. എസ്സലാമിൻ്റെ വണ്ടി തന്നെ ഇന്നോവയൊന്നുമല്ല, എനിക്ക് തോന്നുന്നു അന്ന് ഒരു ചെറിയ വണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ആ വണ്ടിക്ക് അദ്ദേഹം വന്ന് നിർത്തുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വണ്ടി എടുക്കാമെന്ന് പറയും, അവരെ ഹോസ്പിറ്റലിൽ ആക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ടുള്ള 2 പേര് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ ഇതായിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം എത്ര തിരക്കുണ്ടായിട്ടും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ പോകാവുന്ന കാര്യമുള്ളത്. കാരണം പുള്ളിയോട് 3 വട്ടം ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം സാർ, സഖാവ് പോയിക്കോ എന്നുള്ളത്. ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ, അതായത് ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ അന്നേരം എത്തിയിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ടാണ് പോയത്. ഈ കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതെങ്ങനെ ഇടപഴകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കാനോ ഒന്നും എസ്സലാം ശ്രമിച്ചിട്ടില്ല. അപ്പൊ പലപ്പോഴും ആളുകൾക്ക് കുറെ കൂടി ഈസിലി കണക്ട് ചെയ്യാവുന്ന ഒരു സാധാരണ സഖാവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എസ്സലാമിനുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കെല്ലാം അറിയാം, സാധാരണ ഒരു CPM-കാര് എന്ന് പറയുമ്പോൾ ഒരു ദാഷ്ട്യം ഉണ്ടാവും, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത് പക്ഷേ ആലപ്പുഴയിൽ നിരവധി നേതാക്കന്മാർക്ക് ഇല്ലാണ്ട്. ഇപ്പൊ സജി ചെറിയാനില്ല. കാരണം സജി ചെറിയാൻ സത്യം പറഞ്ഞ ഒരു കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് പലപ്പോഴും തോന്നുന്നത്. അതുപോലെ അതേസമയം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസർ രാഘവൻ എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിയെ കണ്ടാൽ നമുക്ക് അങ്ങനെയല്ല തോന്നുക. മനസ്സിലായോ? അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാനും വേറൊരാളും ഉണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കളക്ടറേറ്റിൽ വെച്ച് നാസർ രാഘവനെ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത്, ചിരിച്ചിട്ട് പുള്ളി ചോദിക്കുന്നത്, നിങ്ങൾ പിന്നെ ഞങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? അതേസമയം എസ്സലാമിനെ കാണുമ്പോൾ എസ്സലാം ഒരിക്കലും അങ്ങനെ ഒരു സംഭാഷണം എന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. അഥവാ എസ്സലാം പറയുകയാണെങ്കിൽ വിമർശനങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ എന്നാണ് എന്ത് ചെയ്യുന്നത്, ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ബോഡി ലാംഗ്വേജിൽ തന്നെ വേണമെങ്കിൽ ഒരു MLA ആകാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജും ആളുകളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഇതൊക്കെ കൊണ്ട് സംഭവിക്കുമെന്നല്ല. എന്റെ പ്രഡിക്ഷൻ നേരെ തിരിച്ചാണ്, ജി സുധാകരൻ ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മാറ്ററുകൾ കൊണ്ട് ജയിക്കാം എന്ന് പറയുന്ന നമുക്കൊരു യുക്തിസഹമായി തോന്നുന്ന കൺക്ലൂഷനിലേക്കാണ് ആരെത്തിയിട്ടുള്ളത്, CPM എത്തിച്ചേരുന്നത്.